أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربي كل شيء خادمك ربي فاحفظني وانصرني وارحمني اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സുന്ദരവും സ്വർഗീയവുമായ കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനോഹര ലോകം പലവിധ അത്യാഹിതങ്ങളാലും ദുരിതങ്ങളാലും വലയം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യൻ്റെ തന്നെ കർമ്മഫലങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുടെ നീണ്ട നിര തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ദൈവനിഷേധം, നിർമ്മതവാദം, രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ അതിൽ ചിലതാണ്. എന്നാൽ ഞൊടിയിടയിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ കാര്യം എല്ലാ സമൂഹങ്ങളിലും വലിയൊരു തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് സ്ത്രീ പുരുഷ ബന്ധം ഒരു പ്രഹേളികയായി മാറിയിരിക്കുകയാണ്. വിഷമിപ്പിക്കുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കടങ്കഥയായി മാറിയിരിക്കുന്നു ഭാര്യ ഭർതൃ ബന്ധം. അത് കാരണം വിവാഹം വേണ്ടെന്ന് വെക്കുന്ന പുതിയ തലമുറയുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം അവർ പരിപൂർണമായും ഫ്രീ ആയി എന്ന് മനസ്സിലാക്കുന്നു. അവർക്ക് വിവാഹം വേണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, വളരെ കൂടുതലായി ചിന്തിക്കുന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാത്തോട്ടം ജമാഅത്തിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. ആ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ റിഷ്താനാത്ത സെക്രട്ടറി സാഹിബ് പറയുകയുണ്ടായി, ആദ്യം എൻ്റെ ലീസ്റ്റ് അനുസരിച്ച് വിവാഹപ്രായമായ ആൺകുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോഴത് മാറി. പെൺകുട്ടികൾ വളരെ കൂടുതലായിരിക്കുകയാണ്. അവർക്ക് 24-ഉം 25-ഉം അതും കഴിഞ്ഞിരിക്കുന്നു വയസ്സ്. പക്ഷേ വിവാഹം നടക്കുന്നില്ല. അതെന്താ? അവരുടെ മാതാപിതാക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ചിന്തിക്കാത്തത് കൊണ്ടല്ല. പല സ്ഥലങ്ങളിൽ നിന്നും തന്നെ വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെറിയ പെൺകുട്ടികളായിരിക്കുമ്പോൾ തങ്ങളുടെ പിതാവ് മാതാവിനോട്, അതായത് സ്വന്തം ഭാര്യയോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരതയും അന്യായവും അസഹിഷ്ണുതയും സ്നേഹക്കുറവും കണ്ട് വളർന്ന് വലുതായി വിവാഹപ്രായമായ ഈ പെൺകുട്ടികൾ തങ്ങൾക്കും ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരെ ആയിരിക്കുമോ ലഭിക്കുക എന്ന ഭയത്താൽ അവർ വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. ബാധ്യതകളും കടമകളുമില്ലാത്ത സ്വതന്ത്ര ജീവിതം നയിക്കുന്നതിനായി
ഒഴിവാക്കേണ്ട തിന്മയായിട്ടാണ് പുതിയ തലമുറ വിവാഹത്തെ കാണുന്നത്. വൈഫ് എന്നതിന്, അതായത് WIFE എന്നതിന് വെറി ഇൻവൈറ്റഡ് ഫോർ എവർ എന്നേക്കുമായി ക്ഷണിച്ചു വരുത്തുന്ന ആശങ്ക, നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞ എടങ്ങേറാണ് ഈ വിവാഹം എന്നാണ് അവർ ഇതിന് നൽകുന്ന നിർവചനം. എന്നാൽ WIFE വൈഫ് എന്നത് വൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എവർ എന്നേക്കുമായുള്ള വിവേകപൂർവമായ നിക്ഷേപ എന്ന പഴയ കാഴ്ചപ്പാടിനെയാണ് ഇവർ തിരുത്തുന്നത്. ഉപയോഗിച്ച് വലിച്ചെറിയുക എന്ന ഉപഭോക്തൃ സംസ്കാരം വിവാഹങ്ങളെയും സ്വാധീനിച്ചിരിക്കുകയാണ്. വേർപിരിഞ്ഞാൽ ഗുഡ് ബൈ പറയാൻ കഴിയുന്ന ലിവ് ഇൻ റിലേഷൻഷിപ്പാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ കോഴിക്കോട് പോലും ചില കോളേജുകളിൽ ആണിനും പെണ്ണിനും ഒന്നിച്ച് താമസിക്കാനുള്ള ഹോസ്റ്റലുകളുണ്ട് എന്ന് കേൾക്കുന്നു. ഞാൻ ഈ കുറച്ച് മുമ്പ് ഞാൻ കണ്ട ഒരു ക്യാമ്പസ് ചർച്ചയിൽ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, ആണും പെണ്ണും ഒന്നിച്ച് താമസിച്ച് പോയാൽ എന്താ ആകാശം ഇടിഞ്ഞ് വീണ് പോവുമോ? ലിവ് ഇൻ ടുഗദർ, പിന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഓമന പേരാണ് ഇതിനൊക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അതിന് പറയേണ്ട പേര് അതല്ല, അത് ഇവിടെ പറയാൻ പറ്റൂല. എന്നാൽ വിവാഹം പവിത്രമാണ്. അതാണ് ശക്തമായ സമൂഹത്തിൻ്റെ അടിത്തറ. ധാർമ്മിക മൂല്യങ്ങളും സ്വഭാവ രീതികളും കഴിവുകളുമൊക്കെ അവിടെ നിന്നാണ് രൂപപ്പെടുന്നത് ഈ വിവാഹത്തിലൂടെ. ലൈംഗിക പ്രേരണകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന വെറും ആചാരമോ ശൂന്യമായ ആഘോഷമോ അല്ല വിവാഹം. വഴിവിട്ട ബന്ധങ്ങളുടെയും നിസ്സാരവും സ്വാർത്ഥവുമായ കാരണങ്ങളുടെയും പേരിൽ വേർപിരിയാൻ തിരക്ക് കൂട്ടുന്ന ദമ്പതിമാർ ഒരിക്കലും കെട്ടുറപ്പുള്ള ബന്ധങ്ങളല്ല ഉണ്ടാക്കുന്നത്. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം. കുടുംബജീവിതം സുദൃഢമാക്കുന്നതിനും ആഹ്ലാദകരമാക്കുന്നതിനും ഇസ്ലാം വളരെ വിശാലമായ പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഭാര്യയും ഭർത്താവും എപ്പോഴും സഹിക്കാനും പൊറുക്കാനും, ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും തയ്യാറാകണമെന്നത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇസ്ലാം നൽകുന്ന ഉപദേശങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. ആ നിർദ്ദേശങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ സ്വന്തം ജീവിതത്തിൽ, അതായത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും വേണം. ഒരു മൂമിൻ്റെ കുടുംബജീവിതം ആരംഭം കുറിക്കുന്നത് നിക്കാഹ് എന്ന ഒന്നാമത്തെ ചടങ്ങ് മുതലാണ്. ആ അവസരത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്ന ഖുർആൻ മജീദിൻ്റെ 3 ഭാഗങ്ങളിൽ നിന്നുള്ള 4 ആയത്തുകളിൽ 5 പ്രാവശ്യം തഖ്വയെക്കുറിച്ച്, അതായത് സൂക്ഷ്മത കൈക്കൊള്ളുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതിലൂടെ നമ്മുടെ എല്ലാ പ്രവർത്തികളും, നമ്മുടെ വാക്കുകളും, നമ്മുടെ കർമ്മ പദ്ധതികളും തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണമെന്നാണ് അള്ളാഹുവും അവൻ്റെ തിരു റസൂലും നമ്മോട് കൽപ്പിക്കുന്നത്. തഖ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അയ്യാമെ സുൽഹ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ അരുൾ ചെയ്യുകയാണ്. ഖുർആൻ്റെ വിധിവിലക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തഖ്വയെക്കുറിച്ച് ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞതായി കാണാം. കാരണം തഖ്വയിലൂടെ എല്ലാവിധ തിന്മകളിൽ നിന്നും രക്ഷ നേടാനുള്ള ശക്തി ആർജിക്കാനും എല്ലാ തരത്തിലുള്ള നന്മയിലേക്ക് ഓടിയെടുക്കുവാനുമുള്ള കരുത്ത് അത് പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. തഖ്വയെക്കുറിച്ച് ഇത്തരത്തിൽ ഊന്നിപ്പറഞ്ഞതിൻ്റെ രഹസ്യം അത് മനുഷ്യൻ്റെ എല്ലാ മേഖലയിലെയും സുരക്ഷയുടെ കവചമൊരുക്കുന്നത് കൊണ്ടാണ്. എല്ലാ ഫിത്നകളിൽ നിന്നും രക്ഷ നേടാനുള്ള അജയ്യമായ കോട്ടയാണ് തഖ്വ. നമ്മുടെ പ്രിയങ്കരനായ ഇമാം ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹുൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് തഖ്വയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ചെറിയ തിന്മയെന്ന് കരുതുന്നതിനെ പോലും അങ്ങേറ്റം വെറുപ്പോടെ ഉപേക്ഷിക്കുകയും ഏറ്റവും ചെറിയ നന്മ എന്ന് കരുതുന്നതിനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആത്മാർത്ഥ സ്നേഹത്തോടെ സ്വീകരിക്കണം എന്നുമാണ്. പുതിയ തലമുറയിൽപ്പെട്ടവർ ഇപ്പോൾ വിവാഹത്തോട് വെറുപ്പും വിരക്തിയും പ്രകടിപ്പിക്കുന്നുവെന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അത്തരം ചിന്താഗതി അനിസ്ലാമികമാണ്. ഹദ്റത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയാണ്, അന്നിക്കാഹു മിൻ സുന്നത്തി
ഫമൻ റൈബ അൻ സുന്നത്തി ഫലൈസ മിന്നി, നിക്കാഹ് ചെയ്യുക എന്നത് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഏതൊരാൾ എൻ്റെ ചര്യയെ പിന്തുടരുന്നില്ലയോ അയാൾ എന്നിൽപ്പെട്ടവനല്ല. അതിനാൽ സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തനുസരിച്ച് വിവാഹം കഴിക്കേണ്ടതാണ്. കുടുംബജീവിതം സ്വർഗീയ സുഖമുള്ളതാക്കി തീർക്കാനുള്ള മാർഗമെന്ന നിലക്ക് ഖുർആൻ കൽപ്പിക്കുകയാണ്, ആശിറുഹുന്ന ബിൽ മാറൂഫ്. അല്ലയോ മുഅ്മിനീങ്ങളായ പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗതുല്യം സുഖമുള്ളതാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുക, അവരോട് സ്നേഹത്തോടെ പെരുമാറുക, അവരുടെ ആവശ്യമറിഞ്ഞ് അവർക്ക് വേണ്ടത് നൽകുക എന്നാണ്. ഖുർആൻ മജീദിൻ്റെ ഈ അടിസ്ഥാന നിയമത്തിൻ്റെ വിശദീകരണം എന്ന നിലയ്ക്ക് ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയാണ്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറും മിൻ അഹ്ലി. നിങ്ങൾ ഏറ്റവും നല്ലവൻ തൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്, ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്. ഖുർആനിൽ അള്ളാഹു അരുൾ ചെയ്യുകയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ അവൻ ഇണയെ സൃഷ്ടിച്ചത്, നിങ്ങൾ അവരോട് കൂടിച്ചേർന്ന് മനസ്സമാധാനം കൈവരുത്താൻ വേണ്ടി. എന്നിട്ട് നിങ്ങളുടെ ഇടയിൽ അവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തു എന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഈ ആയത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹവും അനുരാഗവും കൂറും ആത്മാർത്ഥതയും നിറഞ്ഞ ബന്ധത്തെ അള്ളാഹു തൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കിടയിലുള്ള ഈ സ്നേഹത്തിലും പ്രീതിയിലും അള്ളാഹു ദൃഢമായ ബന്ധവും പരസ്പര ആകർഷണങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും സന്നദ്ധമാവുകയും അവർക്കിടയിലുള്ള ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളും പരാതികളും പരസ്പരം മറക്കാനും പൊറുക്കാനും അവർ തയ്യാറാവുകയും ചെയ്യുന്നു. എന്നാൽ ചില ഭാര്യാഭർത്താക്കന്മാർ ദാമ്പത്യ ജീവിതത്തിലെ സ്വരച്ചേർച്ച ഇല്ലായ്മ കാരണം അക്ഷമരാവുകയും വിവാഹമെന്ന പരിശുദ്ധമായ ഉടമ്പടി വിച്ഛേദിക്കാൻ ധൃതി കാണിക്കുകയും ചെയ്യുന്നു. ഇത്തരം ദമ്പതിമാരും അവർക്കുണ്ടായിട്ടുള്ള സന്താനങ്ങളും ഈ ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നരക ജീവിതമായിരിക്കും പിന്നീട് അവർ നയിക്കുന്നത്. എന്നാൽ അള്ളാഹു കൽപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒരു അഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു കൊള്ളുക. അതായത് ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരോടും അള്ളാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി തീയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം ഉണ്ടാക്കിക്കൊള്ളുവിൻ. ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം വഷളാകുന്നതിലൂടെ അവരുടെ മക്കളുടെ മാനസിക നില തകരാറാവുകയും അവർ കുറ്റകൃത്യങ്ങളിൽ ഭാഗവാക്കാവുകയും ചിലർ മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് അതിലൂടെ മാനസിക സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ നസീറുൽ അസീസ് പറയുകയാണ്, ഞാൻ നടത്തിയ ഒരു നിരീക്ഷണത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി ബന്ധം വഷളാക്കുകയോ അല്ലെങ്കിൽ പരസ്പരം സ്നേഹമില്ലാത്ത ഭാര്യാഭർത്താക്കന്മാരുടെ സന്താനങ്ങൾ അവർ തങ്ങളുടെ കുടുംബത്തിനും വീടിനും പുറത്ത് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും. അതിനാൽ ഇത്തരം ഭാര്യാഭർത്താക്കന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ സ്വഭാവങ്ങളും ഈഗോയും വ്യക്തിപരമായ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ സന്താനങ്ങളെ നാശത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ്. ഖുർആൻ മജീദ് ആരംഭത്തിൽ തന്നെ ഒരു ജന്നത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യാ ആദം ഇസ്കുൻ അൻത വ സൗജുകൽ ജന്നത വകുലാ മിൻഹാ റഅദം ഹൈസു ശിതുമാ. ഏ ആദം, നീയും നിൻ്റെ പത്നിയും ഈ തോട്ടത്തിൽ വസിക്കുകയും അവിടെ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. തുടർന്ന് അതേ ആയത്തിൽ തന്നെ ശൈത്താൻ്റെ ആക്രമണത്തെക്കുറിച്ച് അള്ളാഹു അവരെ ജാഗ്രതപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഏത് സമയത്തും ശൈത്താൻ്റെ ഉപദ്രവം ഉണ്ടായേക്കാം, ആ ബന്ധത്തിൽ വിള്ളലുണ്ടായേക്കാം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആ സമയത്ത് റബ്ബനാ ദലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ
ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ക്ഷമായാചന നടത്തുകയാണ് വേണ്ടത്. അതായത് വീട്ടിൽ ഭാര്യയുടെ ഭാഗത്തു നിന്നായാലും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നായാലും തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം രണ്ടുപേരും ചേർന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ ക്ഷമായാചന നടത്തുകയാണ് വേണ്ടത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച്, ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതിനെക്കുറിച്ചും ധാരാളമായി ഉപദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് മൽഫൂദാത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അരുൾ ചെയ്തു, ഭാര്യാഭർത്തൃ ബന്ധം രണ്ട് യഥാർത്ഥ കൂട്ടുകാർക്കിടയിലെ ബന്ധം പോലെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. മനുഷ്യൻ്റെ ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളുടെയും അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെയും ആദ്യ സാക്ഷികൾ ഈ സ്ത്രീകളാണ്. അതിനാൽ അവരുമായുള്ള ബന്ധം പരിശുദ്ധവും ഊഷ്മളവുമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവുമായി രഞ്ജിപ്പിലാവുക? മറ്റൊരിടത്ത് ഹുദൂർ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അരുൾ ചെയ്യുകയാണ്, പുരുഷനായിട്ട് സ്ത്രീകളോട് വഴക്കും ശണ്ടയും കൂടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റ നാണം കെട്ട പ്രവൃത്തിയാണ്. അള്ളാഹു നമ്മെ പുരുഷനായി ജനിപ്പിച്ചത് നമ്മോട് അള്ളാഹു കാണിച്ച അങ്ങേറ്റത്തെ ഔദാര്യവും അനുഗ്രഹവുമാണ്. അതിന് നന്ദി സൂചകമായി നാം ഭാര്യമാരോട് കാരുണ്യത്തോടും ദയാവായ്പോടും കൂടിയാണ് പെരുമാറേണ്ടത്. ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയോട് ദേഷ്യത്തിൽ അല്പം ഉച്ചത്തിൽ സംസാരിച്ചു പോയി. ആ സംസാരത്തിൽ കുറ്റപ്പെടുത്തുന്ന പദങ്ങൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയെന്ന് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് തോന്നി. അതിനുശേഷം ഹുദൂർ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുകയും നഫൽ നമസ്കരിക്കുകയും താണ് കേണ്ടുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും സദക്ക നൽകുകയും ചെയ്യുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യാഭർത്തൃ ബന്ധത്തിന് അത്ര കണ്ട് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഹമ്മദി പുരുഷനായാലും സ്ത്രീയായാലും നിസ്സാര പ്രശ്നങ്ങളെ ചൊല്ലി വിവാഹബന്ധം വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച് ഇത് അങ്ങേയറ്റത്തെ തെറ്റായ പ്രവണതയാണെന്നും ഈ തലാഖും ഖുലയും എല്ലാം തന്നെ ശരീഅത്ത് അനുവദിച്ചതാണെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെ മോശപ്പെട്ടതും അനിഷ്ടകരമായ കാര്യമാണ് എന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തെ ഒരു സംഭവം ഞാൻ വിവരിക്കാം. ഹദ്റത്ത് ബാബു മുഹമ്മദ് അഫ്സൽ സാഹിബ് റളിയല്ലാഹു അൻഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആത്മാർത്ഥരായ സഹാബാക്കളിൽ ഒരാളായിരുന്നു. ബദർ പത്രത്തിൻ്റെ ആദ്യകാല പത്രാധിപ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ജോലി ആവശ്യാർത്ഥം ആഫ്രിക്കയിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം സാമ്പത്തികമായി വളരെ ഉന്നതി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 പേരും കാദിയാനിലാണ് താമസിക്കുന്നത്. അങ്ങനെ അദ്ദേഹം 1899 ഹദ്റത്ത് മൗലാന ഹക്കീം നൂറുദ്ദീൻ സാഹിബിന് അദ്ദേഹം ആഫ്രിക്കയിൽ നിന്നൊരു കത്തയച്ചിട്ട് പറഞ്ഞു, താങ്കൾ എൻ്റെ 2 ഭാര്യമാരെയും ആഫ്രിക്കയിലേക്ക് അയക്കാൻ വേണ്ടി ഉള്ള ഏർപ്പാടുകൾ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം അപേക്ഷിച്ചുകൊണ്ട് കത്തെഴുതി. അതിനുശേഷം അദ്ദേഹം എഴുതി, അഥവാ അവരിൽ ആരെങ്കിലും തന്നെ ആഫ്രിക്കയിലേക്ക് വരാൻ വേണ്ടി വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അവൾക്ക് തലാഖ് കൊടുക്കും. അത് വായിച്ചപ്പോൾ ഹദ്റത്ത് ഹക്കീം നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു ആ കത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. കാരണം അത് അത്തരത്തിലുള്ള ഒരു അന്ത്യശാസനമാണോ അതിലുള്ളത്. വരുന്നില്ലെങ്കിൽ ഉടനെ ഭാര്യനെ തലാഖ് ചെയ്യും. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ആ കത്ത് വായിച്ച് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന് വളരെ വലിയ മനോവിഷമമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം തലാഖ് കൊടുക്കുമ്പോൾ കൊടുക്കട്ടെ, എന്നാൽ ഇത്രയും പാവനമായ ഒരു ബന്ധത്തെ നിമിഷ നേരം കൊണ്ട് വിച്ഛേദിക്കാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന് ഞാനുമായുള്ള ബന്ധത്തിന് എന്ത് വിലയായിരിക്കും അദ്ദേഹം കൽപ്പിക്കുന്നുണ്ടാവുക? അതിനും വലിയ വിലയൊന്നും കൽപ്പിക്കുന്നുണ്ടാവില്ല.
മസീമോദായിട്ടുള്ള ബന്ധത്തിന്. അതിനാൽ മസീമോദ് പറഞ്ഞു, അതിനാൽ ഇനി അദ്ദേഹത്തിന് ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്ന് മസീമോദ് പറഞ്ഞു അദ്ദേഹത്തിനോട്. അത് അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ഹസ്രത്ത് മൗലാന ഹക്കീം നൂറുദ്ദീൻ സാഹിബിനോട് പറയുകയും ചെയ്തു. ഹസ്രത്ത് മൗലാന ഹക്കീം നൂറുദ്ദീൻ സാഹിബ് അതേപോലെ തന്നെ കത്തെഴുതി ബാബു അഫ്സൽ സാഹിബിന്. ബാബു അഫ്സൽ സാഹിബിന് ഈ കത്ത് കിട്ടി വായിച്ച് ആകെ ഞെട്ടിത്തരിച്ചുപോയി അദ്ദേഹം. മസീമോദ് പറയാണ്, എനിക്ക് നിങ്ങളായിട്ട് ആരും ബന്ധമില്ല, നിങ്ങൾ ഭാര്യയെ ഇത്ര പെട്ടെന്ന് വിവാഹമോചനം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്നെ എപ്പോഴാണ് വിടുകയെന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നിങ്ങളായിട്ട് ബന്ധം വേണ്ട എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം വായിച്ച് ഞെട്ടിത്തരിച്ചിട്ട് ഇദ്ദേഹത്തിന് ഉടനെ എന്താ ചെയ്തെന്നറിയോ? ആഫ്രിക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സംഗതികളും, എല്ലാ കച്ചവടവും, എല്ലാ ജോലിയും എല്ലാം ഉപേക്ഷിച്ചു. ഉടനെ തന്നെ കാദിയാനിലേക്ക് തിരിച്ചെത്തി മസീഹ് മൗഊദിൻ്റെ സന്നിധിയിൽ വന്ന് മാപ്പ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതിൽ ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞു. സന്തോഷകരമായ കുടുംബജീവിതത്തിന് എല്ലാ കാര്യത്തിലുമുള്ള സൂക്ഷ്മത, അതായത് തഖ്വ പോലെ തന്നെ ദുആയും ഒഴിച്ചുകൂടാനാവാത്തതാണ്. എല്ലായ്പ്പോഴും കുടുംബജീവിതം സന്തോഷകരമാകുന്നതിനായി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഖുർആൻ വളരെ ചെറിയ വാക്കുകളിൽ വളരെ ബൃഹത്തായ ഉദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദുആയാണ് റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ, അതായത് പരമ സംതൃപ്തി പ്രദാനം ചെയ്യണമേ. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഞങ്ങളെ നേതാവാക്കണമേ. അതായത് ഞങ്ങളുടെ കുടുംബം സാത്വികരായും കൊണ്ട് ഞങ്ങളെ പിൻപറ്റുന്നവരായിരിക്കുകയും എല്ലാ സാത്വികർക്കും ഞങ്ങളുടെ ജീവിതം മാതൃകായോഗ്യമാക്കി തീർക്കണമേ എന്നാണ് ഇതിൻ്റെ താല്പര്യം. ദാമ്പത്യ ജീവിതം വിജയകരമാക്കി തീർക്കുക എന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഭാര്യയും ഭർത്താവും ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളാണ്. അതിനാൽ ആ 2 ചക്രങ്ങളും ഒന്നിച്ച് ഒരുപോലെ വേണ്ട വിധം കറങ്ങുമെങ്കിൽ മാത്രമേ ജീവിതലക്ഷ്യം കണ്ടെത്താനാവുകയുള്ളൂ. അതിന് പരസ്പര സ്നേഹവും ബഹുമാനവും സഹകരണവും ഒത്തൊരുമയും ആത്മാർത്ഥതയും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അള്ളാഹു പറയുന്നു, ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. അവർ, അതായത് ഭാര്യമാർ നിങ്ങൾക്കൊരു വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. ഈ ആയത്തിന് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ വ്യാഖ്യാനം നൽകിക്കൊണ്ട് പറയുകയാണ്, സ്ത്രീയും പുരുഷനും, അതായത് ഭാര്യയും ഭർത്താവും വസ്ത്രത്തെ പോലെ ആയിരിക്കണം. ഒരാൾ മറ്റൊരാളുടെ ന്യൂനതകളെയും കുറവുകളെയും മറച്ചു വെക്കണം. അതുപോലെ ഒരാൾ മറ്റൊരാൾക്ക് അലങ്കാരമായിരിക്കണം. കാരണം വസ്ത്രം കൊണ്ട് മനുഷ്യന് അലങ്കാരമാണ് ഒന്നുണ്ടാകുന്നത്, ഒന്ന് അവൻ്റെ ന്യൂനത മറക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി വസ്ത്രത്തിൻ്റെ ധർമ്മം ഉഷ്ണകാലത്തും തണുപ്പ് കാലത്തും ശരീരത്തിന് സംരക്ഷണം നൽകുക എന്നതാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംരക്ഷണം നൽകണം. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അവസരങ്ങളിൽ പരസ്പരം ആവശ്യമായ സഹായവും സ്വാന്തനവും നൽകി ഇണയെ പരിചരിക്കുകയും വേണ്ടതാണ്. ഹസ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയാണ്, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും പൂർത്തിയാക്കാത്തിടത്തോളം അവൾ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പൂർത്തിയാക്കി എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഇത് സുനൻ ഇബ്നു മാജയിൽ നിന്നുള്ള ഹദീസാണ്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ തിമേൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, 5 നേരം നമസ്കരിക്കുകയും റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുകയും തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളെ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്ത സ്ത്രീക്ക് സ്വർഗത്തിൽ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കുവാനുള്ള അവകാശമുണ്ടായിരിക്കുന്നതാണ്. വീണ്ടും തിരുമേനി പറഞ്ഞു, ഭാര്യയെ കാണുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ ഹൃദയത്തിന് സന്തോഷവും സംതൃപ്തി ലഭിക്കുകയും ഭർത്താവ് വല്ലതും കൽപ്പിച്ചാൽ സന്തോഷത്തോടെ അനുസരിക്കുകയും ഭർത്താവ് വിരോധിച്ച കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവളുമാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും ഉത്തമയായ ഭാര്യ. അതായത് ഭാര്യനെ കാണുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ മനസ്സിൽ ആ സന്തോഷം സംതൃപ്തിയും ഉണ്ടായിരിക്കണം. അപ്പം ഭാര്യയുടെ എല്ലാ ചെയ്തികളും അതുപോലെ ആയിരിക്കണം. വേറൊരവസരത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു,
ഭർത്താവിൻ്റെ വീട് ഏറ്റവും നല്ല രീതിയിൽ പരിചരിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഭാര്യയ്ക്ക് കുടുംബത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്ന ഭർത്താവിന് ലഭിക്കുന്ന അതേ പ്രതിഫലം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഹദ്റത്ത് ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഭർത്താവ് സംതൃപ്തനും സന്തോഷവാനും ആയിരിക്കെ മരണമടയുന്ന സ്ത്രീ തീർച്ചയായും സ്വർഗവാസിയായിരിക്കും. സുനൻ ഇബ്നു മാജ. സൂറത്ത് നിസായുടെ ഒരു ആയത്തിൻ്റെ തഫ്സീർ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അരുൾ ചെയ്യുകയാണ്, ഭാര്യമാർ ഭർത്താക്കന്മാരെ ആത്മാർത്ഥമായി അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവരെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതായിരിക്കുമെന്നും അവരുടെ സന്താനങ്ങൾ ദീർഘായുസ് പ്രാപിക്കുന്നവരും സാത്വികരായിരിക്കുമെന്നും അള്ളാഹു അത്തരം ഭാര്യമാരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് സയ്യിദഹുല്ലാഹു തആല ബിൻ നസീറുൽ അസീസ് ഭാര്യാഭർത്താക്കന്മാരെ ഉപദേശിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്. തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും അരുതാത്തത് കേട്ടാൽ അവർ തങ്ങളുടെ ചെവിയും കണ്ണും വായും മൂടി വയ്ക്കേണ്ടതാണ്. അതായത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പാടില്ല. എന്നാൽ ജീവിത പങ്കാളിയെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്നും നല്ലത് കേട്ടാൽ ഈ 3 അവയവങ്ങളും, അതായത് കണ്ണ്, വായ, ചെവി ഉപയോഗിക്കാവുന്നതാണ്. ഹദ്റത്ത് അമ്മാജാൻ മസീഹ് മൗഊദ് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഹദ്റത്ത് അമ്മാജാൻ തൻ്റെ മകൾ ഹദ്റത്ത് നവ മുബാറക ബേഗം സാഹിബയെ ആദ്യമായി ഭർത്താവ് ഹദ്റത്ത് നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബിൻ്റെ വീട്ടിലേക്ക് അയക്കുന്ന സമയത്ത് നൽകിയ ഉപദേശം എല്ലാ സ്ത്രീകളും എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്. ഹദ്റത്ത് അമ്മാജാൻ തൻ്റെ മകളോട് പറഞ്ഞു, എപ്പോഴെങ്കിലും ഭർത്താവ് ദേഷ്യത്തിൽ നിന്നെ വല്ല കാര്യത്തിലും കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ നീ നിരപരാധിയാണെങ്കിൽ പോലും ആ സമയം ഭർത്താവിനോട് മറുപടി പറയുകയോ തർക്കിക്കുകയോ ചെയ്യരുത്. ഭർത്താവിൻ്റെ ദേഷ്യം തണുത്ത ശേഷം നല്ല നിലയിൽ സൗമ്യമായി പറയാം, നിങ്ങൾ എന്നെ അകാരണമായാണ് കുറ്റപ്പെടുത്തിയത്, എനിക്ക് ആ കാര്യം അറിയുക കൂടി ചെയ്തില്ല, ഞാനല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന് മാനസാന്തരം ഉണ്ടാകും. അതുപോലെ എല്ലാ പുരുഷന്മാരും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്വഭാവ രീതിയാണ് കൈക്കൊള്ളേണ്ടത്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ഒരു കാര്യത്തിലും ഹദ്റത്ത് അമ്മാജാനോട് ദേഷ്യം പിടിക്കുകയോ ഭക്ഷണ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അരുൾ ചെയ്യുകയാണ്, നമ്മുടെ ശരീഅത്തിൽ സ്ത്രീകളോട് ആദരവോടുകൂടി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്ന കൽപ്പനയുണ്ട്. അതിനാൽ അവരിൽ നിന്നും എപ്പോഴെങ്കിലും അഖ്ലാഖിന് വിരുദ്ധമായ സ്വഭാവം കണ്ടാലും, അത് പെണ്ണുങ്ങൾ എന്തെങ്കിലും കാര്യം അത് ചെയ്യാൻ പാടുള്ള കാര്യമായിരുന്നു, അഖ്ലാഖിന് വിരുദ്ധമാണ്, സ്വഭാവം കണ്ടാലും ഭർത്താക്കന്മാർ ക്ഷമിക്കേണ്ടതാണ്. സ്ത്രീകൾ ശാരീരികമായി ജന്മനാ പുരുഷന്മാരെക്കാൾ ബലഹീനരാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരുടെ അഖ്ലാഖിന് വിരുദ്ധമായ സ്വഭാവം കണ്ടാലും ക്ഷമിക്കാറുണ്ടായിരുന്നു. സ്ത്രീകളുടെ സ്വഭാവത്തിൽ ജന്മനാ ഒരു വളവുണ്ടെന്നും അത് നിവർത്താൻ ശ്രമിക്കരുതെന്നും തിരുമേനി നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം കിശ്തിയെ നൂഹ് എന്ന ഗ്രന്ഥത്തിൽ അരുൾ ചെയ്യുകയാണ്, തൻ്റെ ഭാര്യയോടും അവരുടെ ബന്ധുക്കളോടും സൗമ്യമായും ഉപകാര മനോഭാവത്തോടെയും വർത്തിക്കാൻ വർത്തിക്കാത്തവൻ എൻ്റെ ജമാഅത്തിൽപ്പെട്ടവനല്ല. ഭാര്യയോട് വഞ്ചന പ്രവർത്തിക്കുന്ന ഭർത്താവും ഭർത്താവിനോട് വഞ്ചന പ്രവർത്തിക്കുന്ന ഭാര്യയും എൻ്റെ ജമാഅത്തിൽപ്പെട്ടവരല്ല. കിശ്തിയെ നൂഹ്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ അവരുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്നതായി കേട്ടിട്ടുണ്ട്. ഇത് ഭാര്യമാരോട് കാണിക്കുന്ന മാനസിക പീഡനമാണ്. ഇതുപോലെ ചിലർ പല നിയന്ത്രണങ്ങളും വെക്കാറുണ്ട്.
ഇവിടെ ഞാനിവിടെ വന്നപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, ഈ ഭർത്താക്കന്മാർ മിക്കവരും അവർക്ക് ഞായറാഴ്ച ലീവായിരിക്കും. അപ്പോൾ ഞായറാഴ്ച ഈ ലജനയിമായില്ലയുടെ യോഗം വെച്ചാൽ അത് പലർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഭർത്താക്കന്മാർ അത് എതിർക്കുന്ന, ഞാൻ ഞായറാഴ്ച ഉണ്ടാകുന്ന സമയത്ത് എനിക്കതിന് ലീവായിട്ട് അവിടെ പോകണമല്ലോ എന്നുള്ള ഇത്. അപ്പോൾ ആ മാസത്തിൽ ഒരു പ്രാവശ്യമാണ്. അത് ഭർത്താക്കന്മാർ ഒന്ന് സഹിച്ചിട്ട് ആ കാര്യം ഒന്ന് അതിനോട് സഹകരിക്കണം. അവർക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ യോഗം നടത്താൻ പറ്റില്ല. കാരണം ശനിയാഴ്ച ആണെങ്കിൽ പലർക്കും ലീവില്ലാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പല സ്ത്രീകളും യോഗത്തിൽ വരാറില്ല എന്നെന്നോട് പറയുകയുണ്ടായി. അതുപോലെ ചില നിയന്ത്രണങ്ങളാണ്, അവിടെ പോകരുത് ഇവിടെ പോകരുത്. ഇതെല്ലാം തന്നെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് വിലങ്ങുതടിയായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു സഹാബിയുടെ ഒരു സംഭവം കൂടി ഞാൻ വിവരിക്കാം. ഹദ്റത്ത് ചൗധരി നസർ മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഒരിക്കൽ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദിൻ്റെ അടുക്കൽ, നിവേദനം ചെയ്യുന്ന ആളുടെ പേര് ഹദ്റത്ത് നസർ മുഹമ്മദ് സാഹിബ്, ചൗധരി നസർ മുഹമ്മദ് സാഹിബ്. ഒരിക്കൽ ഞാൻ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ആ അവസരത്തിൽ മുലാഖത്തിനായി മറ്റൊരു സഹാബി അവിടെ വന്നു. സംസാരമധ്യേ അദ്ദേഹം ഹുദൂറിനോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോയിരുന്ന എൻ്റെ ഭാര്യയെ, ഈ ഭാര്യയുടെ മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടിയിട്ടും വളരെ ചർച്ചയ്ക്ക് ശേഷമാണ് എൻ്റെ അടുക്കലേക്ക് വീണ്ടും തിരിച്ചയച്ചത്. അതുകൊണ്ട് ഞാനും മനസ്സിൽ കരുതിയിട്ടുണ്ട്, നോക്കാലോ, ഇനി ഞാൻ ഭാര്യനെയും അങ്ങോട്ട് അയക്കുന്നില്ല. അദ്ദേഹം ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കേട്ട ഉടനെ തന്നെ മസീഹ് മൗഊദിന് എന്തെന്നില്ലാത്ത ദേഷ്യമുണ്ടായി. മസീഹ് മൗഊദിൻ്റെ മുഖഭാവം ആകെ മാറി, ദേഷ്യം കൊണ്ട് വിവരണമായി. എന്നിട്ട് ഹുദൂർ അതീവ ദേഷ്യത്തോടെ ആ സഹാബിയോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഇവിടുന്ന് ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകണം, ഇവിടെ ഇരിക്കരുത്. കാരണം നിങ്ങൾ പറഞ്ഞത് വലിയൊരു പാപമാണ് പറഞ്ഞത്. അത് കാരണം ഒരു പക്ഷേ അള്ളാൻ്റെ അസാബ് ഇവിടെ ഇറങ്ങിയേക്കും. അതിപ്പോൾ നമ്മളെ ഇതെല്ലാം ഞാനടക്കമുള്ള എല്ലാവരും അതിൽ പെട്ടുപോകും. അവിടെ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് പോകണം. അത്ര ദേഷ്യത്തിൽ പറഞ്ഞ് അദ്ദേഹം ആകെ ബേജാറായിപ്പോയി. അദ്ദേഹം മസീഹ് മൗഊദിൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പോയി. കുറേ കഴിഞ്ഞ ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹുദൂർ, ഞാൻ തൗബ ചെയ്യുന്നു, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഞാൻ മാപ്പ് പറയുന്നു, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ പറയുകയില്ല, ഞാൻ പ്രവർത്തിക്കുകയില്ല. മുമ്പ് കാലത്ത് പഞ്ചാബിൽ പൊതുവിൽ ഉത്തരേന്ത്യയിൽ സ്ത്രീകൾക്ക് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ബീവി ജൂത്തി ബറാബർ എന്നാണ് പറയാറ്. അതായത് ഭാര്യയ്ക്കും ചെരുപ്പിനും എല്ലാം ഒരേ സ്ഥാനമാണ്. അപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഹദ്റത്ത് ചൗധരി നസർ മുഹമ്മദ് സാഹിബാണ്. അദ്ദേഹം പറയാണ്, മസീഹ് മൗഊദും അദ്ദേഹം തമ്മിലുള്ള വർത്തമാനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ആകെ വല്ലാതെയായി. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ വളരെ മോശം അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഭാര്യയെ എല്ലാ സമയത്തും അദ്ദേഹം മാനസികമായും ശാരീരികമായും ദ്രോഹിക്കുമായിരുന്നു. മസീഹ് മൗഊദിൻ്റെ ഈ സംഭവം കേട്ടപ്പോൾ അദ്ദേഹം ആകെ ബേജാറായി. അദ്ദേഹം മസീഹ് മൗഊദിനോട് ഒന്നും കാര്യം പറഞ്ഞില്ല, പക്ഷെ അവിടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം തൗബ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും ഭാര്യയോട് നല്ല നിലയിലല്ലാതെ പ്രവർത്തിക്കുകയില്ല, ഞാൻ ക്ഷമാപണം ചെയ്യുന്നു, ഞാൻ അള്ളാൻ്റെ മുമ്പിൽ ഞാൻ ഇപ്പം തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും മസീഹ് മൗഊദിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം അതിന് ശേഷം തൻ്റെ നാട്ടിലേക്ക് വീട്ടിലെത്തുന്നതിന് മുൻപ് അദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടി കുറേ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് എന്നിട്ട് വീട്ടിൽ പോയി ഭാര്യൻ്റെ മുമ്പിൽ ഇത് വെച്ചു. എന്നിട്ട് ഭാര്യനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇതുവരെ മാനസികമായും ശാരീരികമായും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഞാൻ തൗബ ചെയ്യുന്നു, ഞാൻ നിന്നോട് മാപ്പാപേക്ഷിക്കുന്നു, ഞാൻ മേലിനി അങ്ങനെ പ്രവർത്തിക്കുകയില്ല, നീ എനിക്ക് മാപ്പാക്കി തരണം. അപ്പോൾ ആ സ്ത്രീ ആകെ ബേജാറായിപ്പോയി. ഇവിടുന്ന് രാവിലെ പോയ ആൾ ചെന്നൈയുടെ ആ ഭാവത്തിലും ഗൗരവത്തിലൊക്കെ ഉള്ള ആളായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന മാൻപേടയായിട്ടാണ് വന്നിരിക്കുന്നത്. ആ സ്ത്രീക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറഞ്ഞു,
ഞാൻ ഹദ്രത്ത് മസീഹ് മൗദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ ശിഷ്യനാണ്. മസീഹ് മൗദ് അലി സ്വലാത്തു വസ്സലാമിനെ ഞാൻ ബയ്യത്ത് ചെയ്തവനാണ്. അപ്പം മസീഹ് മൗദ് അലി സ്വലാത്തു വസ്സലാമാണ് എന്നോട് പറഞ്ഞത് ഭാര്യയോട് ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല എന്ന കാര്യം. അപ്പോൾ ദാമ്പത്യ ജീവിതം സ്വർഗീയമാക്കാൻ പുരുഷന്മാരെ ഉപദേശിച്ചതുപോലെ തന്നെ ഹദ്രത്ത് മസീഹ് മൗദ് അലി സ്വലാത്തു വസ്സലാം സ്ത്രീകളെയും അവരുടെ സ്വാഭാവിക ബലഹീനതകളെ എടുത്തുകാട്ടി ശക്തമായ ഭാഷയിൽ ഗുണദോഷിച്ചിട്ടുണ്ട്. മസീഹ് മൗദ് വളരെ കൂടുതലായിട്ട് ഭാര്യമാരോട് നന്മ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് മസീഹ് മൗദ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ വളരെ ശക്തമായ ഭാഷയിൽ മസീഹ് മൗദ് അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാം അരുൾ ചെയ്യുകയാണ്, ചിലപ്പോൾ ചില സ്ത്രീകൾ ചില നേരത്ത് ഭർത്താക്കന്മാരോട് അനുസരണക്കേടും ധിക്കാരവും കാണിക്കാറുണ്ട്. ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ അവരുടെ പണം ദുർവ്യയം ചെയ്യാറുണ്ട്. ദേഷ്യം പിടിച്ചാൽ ഭർത്താവിനെ പലതും വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സ്ത്രീകൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുന്നിൽ ശപിക്കപ്പെട്ടവളാണ്. അത്തരം സ്ത്രീകളുടെ നമസ്കാരവും നോമ്പും മറ്റ് അമലുകളും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല. ഭർത്താവിനെ പരിപൂർണമായും അനുസരിക്കാത്തിടത്തോളം, ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്തിടത്തോളം ഒരു സ്ത്രീയും സാത്വികയോ നന്മ നിറഞ്ഞവളോ ആയി പരിഗണിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യുന്നത് അനുവദനീയമായിരുന്നുവെങ്കിൽ സ്ത്രീകളോട് സ്വന്തം ഭർത്താവിനെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെന്ന് ഹദ്റത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സ്ത്രീ ഭർത്താവിനെ ചീത്ത വിളിക്കുകയും നിന്നാദൃഷ്ടിയോടെ നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച് അവളെ ഓർമ്മപ്പെടുത്തിയ ശേഷവും അവൾ തൻ്റെ സ്വഭാവത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും അത്തരം സ്ത്രീകളോട് ദേഷ്യത്തിലും പിണക്കത്തിലുമാണ്. സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ പണം മോഷ്ടിക്കരുത്, അന്യ പുരുഷന്മാരുടെ മുന്നിൽ പറതരിക്കാതെ പോവുകയും അരുത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസ്സലാമിൻ്റെ മൽഫൂദാത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം അല്പം ഞാൻ ഫിൽട്ടർ ചെയ്തിട്ടാണ് അത് ഞാൻ ഇവിടെ കേൾപ്പിച്ചത്. വളരെ ശക്തമായ ഇതായിരുന്നു, വാക്കുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഭർത്താവിനോട് ധിക്കാരും അനുസരണക്കേടും കാണിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ഹുദൂർ വളരെ ശക്തമായ ഭാഷയിൽ ഇതും ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അവർ പിശാചുക്കളുടെ ശൈത്താൻ കി ബഹനെ ഹേ, അവർ ശൈത്താൻ്റെ സഹോദരിമാരാണ് എന്നുപോലും അത്തരം ഭാര്യമാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സമയം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ചില കാരണങ്ങളാൽ ചില പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയുവാനുള്ളത് ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തി വിവാഹത്തിന് തയ്യാറാകണം എന്നാണ്. കാരണം ഇസ്ലാം ഒരിക്കലും ബ്രഹ്മചര്യം സെലിബസി അനുശാസിക്കുന്നില്ല, അനുവദിക്കുന്നുമില്ല. അത് റസൂൽ തിരുമേനിയുടെ സുന്നത്തുമല്ല. ആ നിലക്ക് തിരുമേനിയുടെ ചര്യയല്ലാത്തത് നാം സ്വീകരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ നാം പുറത്തായി പോകും. യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ടെഴുതുന്ന കവിതയാണ് ദാമ്പത്യം. പ്രണയാമൃതമാണ് അതിൻ്റെ ഭാഷ, സ്നേഹമാണ് അതിൻ്റെ അലങ്കാരം, ത്യാഗമാണ് അതിൻ്റെ സൗകുമാര്യം, വിട്ടുവീഴ്ചയാണ് അതിൻ്റെ അർത്ഥം, പരസ്പര ബഹുമാനമാണ് അതിൻ്റെ ആശയം. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്, അതിനാണ് എല്ലാവരും നെട്ടോടം ഓടുന്നത്. അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും. പക്ഷേ അത് കിട്ടാൻ കാണിക്കുന്നതിൻ്റെ പാതി ശ്രമം പോലും ആരും അത് കൊടുക്കാൻ കാണിക്കുന്നില്ല എന്നതാണ് നേര്. എല്ലാ മനസ്സുകളിലുമുണ്ട് സ്നേഹം, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നതിലാണ് ഏറ്റക്കുറച്ചിലുള്ളത്. ഒന്നുകിൽ പ്രകടിപ്പിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുന്നു. അതുമല്ലെങ്കിൽ ഉള്ളിലുണ്ടായാൽ മതി, പുറമേ കാണിക്കണമെന്നില്ല എന്ന ധാരണ. ഈ സത്യം പറഞ്ഞാൽ ഈ കഴിവുകേടാണ് സ്വർഗമാകേണ്ട പല വീടുകളും നരകമാകുന്നത്. വീട് സ്നേഹമാക്കാൻ ഭാര്യയും ഭർത്താവും മനസ്സിലെത്തിയേ പറ്റൂ. നമ്മുടെ ദാമ്പത്യ ജീവിതം സ്വർഗതുല്യമാക്കാൻ ഇസ്ലാം നമുക്ക് ഉന്നതമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നടപ്പിൽ വരുത്തുകയാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹു അതിന് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.